എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഗോബ്ലിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുടെയല്ല, നമ്മളുടെ ഗോബ്ലിനാണെങ്കിൽ ഒരു രാജാവിൻ്റെ കീഴിലായിട്ട് വർക്ക് ചെയ്തിരുന്നില്ലേ, അയാളുടെ വൈഫായിട്ടുള്ള ക്യൂൻ തന്നെയാണ്. ഇവരും നമ്മുടെ ഗോബ്ലിൻ തമ്മിൽ എന്താണ് ബന്ധമെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ജീവനോടെ വന്നതിന് ശേഷം നേരെ കാണാൻ പോകുന്നത് തന്നെ ഈ രാജാവിനെയാണ്. എന്നാൽ അവൻ എത്തിയ സമയം ഒരുപാട് വൈകിപ്പോയായിരുന്നു. നമ്മുടെ ഈ രാജാവ് മരിച്ചും പോയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ദേഷ്യം കാരണം ആ അരമന മൊത്തവും കത്തിച്ചിട്ടാ വരുന്നത്. എന്നാൽ അവനാണെങ്കിൽ അവിടെ നിന്നും നമ്മളുടെ ഈ ക്യൂനിൻ്റെ ഒരു ഫോട്ടോ കിട്ടും. നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്തുവാന്നൊക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കിനെയാണ്. അവളാണെങ്കിൽ ഇപ്പം നമ്മളുടെ സണ്ണിയുടെ കടയിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്കിനെയാണെങ്കിൽ എപ്പോഴും ശല്യം ചെയ്യുന്നൊരു ആത്മാവില്ലേ, അതാണെങ്കിൽ ഇവളുടെ പുറകെ തന്നെ നടന്നിട്ട് ഇവളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. അവൾ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സണ്ണി അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും ബേളം വയ്ക്കും. അവൾ ചോദിക്കും, എന്നെ കണ്ടാൽ എന്താ അത്ര സുന്ദരിയല്ലേ, ഞാനെന്താ അട്രാക്റ്റീവ് അല്ലേ, എന്നിട്ട് എന്താ അവൻ എനിക്ക് ഇതുവരെ കോളൊന്നും ചെയ്യാതെ അവൻ എന്നോട് സംസാരിക്കണമെന്നില്ലേന്നും പറഞ്ഞിട്ട് ഇവളിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. ഉടനെ തന്നെ നമ്മുടെ യൂൺടെക്ക് ചോദിക്കും, അല്ല നിങ്ങൾ പറയുന്ന ഈ ചെറുക്കൻ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ? ഉടനെ നമ്മുടെ സണ്ണി പറയും, ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഇരിക്കുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ ഇതേപോലെ കാണിക്കുന്നത്, അവന്മാരാണെങ്കിൽ നമ്മളെ ഇട്ടങ്ങ് വട്ടം കറക്കിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളിതൊന്നും ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ യൂൺടെക്കാണെങ്കിൽ സണ്ണിനെ നല്ലതുപോലെ ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗ്രീം റീപ്പറിനെയാണ്. അവനാണെങ്കിൽ നമ്മുടെ സണ്ണിയുടെ മൊബൈൽ നമ്പർ എടുത്തു വെച്ചിട്ട് അവളെ വിളിക്കണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഗ്രീം റീപ്പറിനെ ഒരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. അവനാണെങ്കിൽ എത്രയോ മനുഷ്യന്മാരെ കാണുന്ന, എന്നെ ഈ സണ്ണിനെ കാണുമ്പോൾ മാത്രം അവനെന്താ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആവുന്നത് എന്ന് അവനാണെങ്കിൽ മനസ്സിലാവത്തേയില്ല അവൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്തുവാ എന്ന്. നമ്മുടെ ഗ്രീം റീപ്പർ ആണെങ്കിൽ ഈ സണ്ണിനെ കാണുമ്പോൾ നല്ലതുപോലെ കരയാനും തുടങ്ങിയില്ലായിരുന്നു. അവൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ യൂൺടെക്കാണെങ്കിൽ സന്ധ്യാസമയത്ത് അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂൺടെക്കിന് ആദ്യത്തെ ബർത്ത്ഡേയുടെ അന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലായിരുന്നു, അതായത് ഒരു ബൊക്ക പോലത്തെ സംഭവം. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ ആൻറ്റിയുടെ വീട്ടിലായിട്ട് വരുന്നത്. വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയാണെങ്കിൽ ആ വീടിൻ്റെ തന്നെ ഓണർ വന്നിട്ട് ഈ വീട് കാലിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ഉടനെ തന്നെ ഈ ഓണർ നമ്മളുടെ യൂൺടെക്കിൻ്റെ അടുത്ത് പറയും, നിൻ്റെ ആൻറ്റി അടുത്ത് ഞാൻ എന്ന് ഒഴിഞ്ഞു തരാൻ പറഞ്ഞതെന്നറിയാവോ, അവരെ ആണെങ്കിൽ ഇപ്പോൾ കാണാനേ ഇല്ല, അവരും അവരുടെ ഫാമിലിയും എവിടെ പോയെന്ന് കൂടി അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ വീടങ്ങ് ഒഴിയുക എന്ന് വിചാരിച്ച്. നിനക്ക് വേണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നീ പോയി എടുത്തോ, നീ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്കാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തായിട്ട് വന്നിരിക്കും. ഇപ്പം നമ്മുടെ യൂൺടെക്കിന് എന്ത് വേണമെന്ന് കൂടി അറിയത്തില്ല. എത്രയൊക്കെ പറഞ്ഞാലും അവളെ സംബന്ധിച്ച് അവളെ നോക്കാത്തയായിരുന്നാലും അവൾക്കൊരു ആൻറ്റിയും ഒരു ഫാമിലിയും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവൾക്ക് അതും ഇല്ലാണ്ടായി. യഥാർത്ഥത്തിൽ നമ്മളുടെ ഗോബ്ലിന് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമല്ലേ, 3 ദിവസം കൂടി അവൻ ഇവിടെ കാണത്തുള്ളൂ. അപ്പോൾ നമ്മുടെ യൂൺടെക്ക് അതെല്ലാം ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും തോറ്റു കൊടുക്കത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ യൂൺടെക്ക് ആണെങ്കിൽ നേരെ സ്കൂളിലായിട്ട് വരും. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം മറന്നു പോകുമല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്ക് എപ്പോഴും താമസിച്ചാണ് സ്കൂളിൽ വരുന്നത്. ഇവളുടെ ക്ലാസ് ടീച്ചറാണെങ്കിൽ ഇവളെ പിടിച്ചെടുത്തിട്ട് ചോദിക്കും, നീ ഇത്രയും താമസിച്ചിട്ട് എന്തിനാ ക്ലാസ്സിൽ വരുന്നത്, നിനക്ക് എന്തുവാ പരിപാടി എന്ന്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ യൂൺടെക്കിൻ്റെ ടീച്ചറാണെങ്കിൽ അവളുടെ ബാഗ് മൊത്തം പരിശോധിക്കും. അപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് ഇവർക്കാണെങ്കിൽ ഒരു ലൈറ്റർ കിട്ടും. ഇത് കാണുന്നേ ആ ടീച്ചർ പറയാൻ തുടങ്ങും, ഓഹോ അപ്പോൾ നീ സ്കൂളിൽ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. യഥാർത്ഥത്തിൽ നമ്മളുടെ യൂൺടെക്കാണെങ്കിൽ ഈ ലൈറ്റർ എടുത്ത് കൈ വെച്ചിരുന്നതന്നെ നമ്മുടെ ഗോബ്ലിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോബ്ലിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ഇരുന്നിട്ട് ഗ്രീം റീപ്പറിൻ്റെ അടുത്ത് പറയും, നിനക്കൊരു കാര്യം അറിയാവോ, ഞാനാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോകും. എനിക്കാണെങ്കിൽ ആ യൂൺടെക്കിനെ കാണാനേ പറ്റിയിട്ടില്ല. ഞാൻ അവളെ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാവോ, ഞാൻ പോകുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവളിപ്പോൾ എന്നെ വിളിക്കാറുമില്ല. ഞാൻ അവളെ എവിടെയെല്ലാം നോക്കിയെന്നറിയാവോ, അവളുടെ വീട്ടിൽ ചെന്ന് നോക്കി, അവൾ വർക്ക് ചെയ്യുന്നിടത്ത് നോക്കി, അവൾ പഠിക്കാൻ പോകുന്നിടത്ത് നോക്കി, എന്നാൽ അവിടെ എങ്ങും അവളെ കാണുന്നില്ല. എനിക്കാണെങ്കിൽ അവളെ മീറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ നമ്മുടെ ഗ്രീം റീപ്പറിൻ്റെ അടുത്ത് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂൺടെക്ക് ഇപ്പോൾ എവിടെയാണെന്നറിയാവോ, അവൾക്ക് എവിടെ പോകണമെന്ന് പോലും
പോലും അറിയത്തില്ല. അവൾക്ക് അങ്ങനെ ഒരു സ്ഥലം കൂടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ ബർത്ത്ഡേക്ക് ഏത് ബീച്ചിൻ്റെ സൈഡിലാണോ വന്നിരുന്നത് അവിടെയായിട്ട് വന്നിരിക്കും. എന്നിട്ട് അവളിരുന്ന് ആലോചിക്കും, എനിക്കാണെങ്കിൽ സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല, താമസിക്കാൻ സ്ഥലമില്ല, ബോയ് ഫ്രണ്ട് ഇല്ല, കടം ചോദിക്കാൻ പോലും ആരും ഇല്ല, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെന്നും പറഞ്ഞിട്ട് ഇവൾ ദൈവത്തിൻ്റെ അവിടെ പരാതിയും പറഞ്ഞുകൊണ്ടിരിക്കും. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മളുടെ ഗോബ്ലിൻ ഉണ്ടല്ലോ യൂണ്ടക്കിൻ്റെ അടുത്തായിട്ട് കുടയും പിടിച്ചുകൊണ്ട് വന്നിരിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്കിൻ്റെ അടുത്ത് ഗോബ്ലിൻ പറയും, എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, നീ ചിലപ്പോൾ ഇവിടെ കാണുമെന്ന്. അങ്ങനെ ഞാൻ ചുമ്മാ ഗസ് ചെയ്തിട്ട് ഇവിടോട്ട് വന്നതാണ്. നീ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുമായിരുന്നോ? ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്ക് പറയും, ഞാൻ എന്തോ ചെയ്യാനാ, എൻ്റെ ലൈഫിൽ ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഗോബ്ലിനും 2 ദിവസം കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോവും. എനിക്കൊരു ആൻറ്റി ഉണ്ടായിരുന്നു, അവരുടെ പൊടി പോലും ഇപ്പോൾ ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂണ്ടക്കിനാണെങ്കിൽ ഗോബ്ലിനെ കണ്ടതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അവളാണെങ്കിൽ പറയാൻ തുടങ്ങും, കണ്ടില്ലേ, ഈ പ്രകൃതിക്ക് പോലും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇപ്പം നല്ല കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ യൂണ്ടക്കിനെ പറഞ്ഞ് മനസ്സിലാക്കും, നിനക്കറിയാവോ ഈ മഴ പെയ്യുന്നത് എന്തുകൊണ്ടായെന്ന്? ഞാനൊരു ഗോബ്ലിനാണ്. ഞാൻ എപ്പോഴൊക്കെയാണോ സങ്കടപ്പെട്ട് ഡിപ്രഷനിലിരിക്കുന്നത് ആ സമയത്തെല്ലാം മഴ പെയ്യും. അപ്പോൾ നമ്മുടെ യൂണ്ടക്ക് ചോദിക്കും, അപ്പോൾ നിങ്ങളിപ്പോൾ സങ്കടത്തിലാണ് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോബ്ലിനും യൂണ്ടക്കിനെ കണ്ടതിൽ നല്ല സന്തോഷത്തിലായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ യൂണ്ടക്കിൻ്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും, ഇന്നത്തെ ദിവസമാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നത് എന്ന്. എന്നിട്ട് നമ്മുടെ യൂണ്ടക്കിനെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വന്നിരിക്കുന്ന അവിടെ നമ്മുടെ ഗ്രിം റീപ്പറും ഉണ്ട്. ഗ്രിം റീപ്പർ ആണെങ്കിൽ ഗോബ്ലിൻ്റെ മുന്നിലായിട്ട് ഭയങ്കര സാഡായിട്ട് അഭിനയിക്കാൻ തുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവൻ്റെ ഉള്ളിൽ നല്ല സന്തോഷമുണ്ട് ഗോബ്ലിൻ ഇവിടെ നിന്ന് പോകുന്നതിൽ. ഇവർ രണ്ടുപേരും ഓരോരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇവരുടെ വീട്ടിലായിട്ടൊരു കോളിംഗ് ബെല്ല് കേൾക്കും. നമ്മുടെ ഗോബ്ലിൻ ഭയങ്കരമായിട്ടും പേടിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ഈ വീട്ടിലൊരാൾ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഗോബ്ലിൻ ചോദിക്കും, എന്നാലും ആരായിരിക്കും ഈ സമയത്ത് വന്നേക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗ്രിം റീപ്പറും ഗോബ്ലിനും കൂടി ചേർന്നിട്ട് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ യൂണ്ടക്കാണ് നിൽക്കുന്നത്. അവളുടെ അടുത്ത് നമ്മുടെ ഗോബ്ലിൻ ചോദിക്കും, അല്ല നീ ഇവിടെ എന്തെടുക്കുക, നിനക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ അഡ്രസ്സ്, നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചിട്ട് വന്നേ? ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്ക് ഈ ഗ്രിം റീപ്പറിനെ കാണും. അപ്പോൾ അവൾ ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ താമസിക്കുന്നേ എന്ന്. നമ്മുടെ ഗോബ്ലിൻ ആണെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കും. അവിടെ നമ്മുടെ യൂണ്ടക്കിൻ്റെ അടുത്ത് ഗോബ്ലിൻ ചോദിക്കും, അല്ല നിനക്ക് ആരാ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു തന്നെ? അപ്പോൾ അവൾ പറയും, അതായത് എൻ്റെ കൂടെ കുറച്ച് പ്രേതങ്ങളുണ്ടല്ലോ, അവരുടെ ചോദിച്ചപ്പോൾ അവരാണ് നിങ്ങളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് തന്നത്. ഗോബ്ലിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ അവർക്ക് വലിയ താമസമൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പോവാമായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തുടങ്ങും. അതായത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ ഗോബ്ലിൻ്റെ ബ്രൈഡ് ആണെങ്കിൽ നിങ്ങളെ ഞാൻ ആ സെക്കൻഡ് തന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ പുറകെ നടന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു $5000 കടം തരുമോ എന്ന്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനൊരു പക്ഷേ ഗോബ്ലിൻ്റെ ബ്രൈഡ് ആണെങ്കിൽ നിങ്ങൾ ഈ സ്ഥലം വിട്ട് പോവാണ്ടിരിക്കുമോ? ഇതൊക്കെ കേൾക്കുന്നതിന് നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ ഇതിനെപ്പറ്റിയൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്തുവാ, എന്തൊക്കെയായിരുന്നാലും നീ ഗോബ്ലിൻ്റെ ബ്രൈഡ് അല്ലല്ലോ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഉടനെ തന്നെ നമ്മളുടെ യൂണ്ടക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അല്ല എല്ലാവരും പറയുന്നത് ഞാനാണ് ഗോബ്ലിൻ്റെ ബ്രൈഡ് എന്നല്ലേ, അപ്പോൾ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം കാണത്തില്ലേ? അപ്പോൾ നമ്മുടെ ഗോബ്ലിൻ പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നീ കാണേണ്ട ഒരു സാധനം കാണുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഒരിക്കലും ഗോബ്ലിൻ്റെ ബ്രൈഡ് ആവില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ യൂണ്ടക്ക് പറയും, ഞാൻ എന്ത് കാണുന്നില്ല എന്നാ, എനിക്ക് നല്ലതുപോലെ കാണാം, നിങ്ങളുടെ നെഞ്ചിൽ ഈ തറച്ചിരിക്കുന്ന വാള്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഗോബ്ലിൻ ഭയങ്കര ഷോക്കായി പോവും. നമ്മുടെ യൂണ്ടക്കാണെങ്കിൽ അവൻ്റെ വാളിന് നേരെ കൈ ചൂണ്ടി കാണിക്കും. എന്നിട്ട് പറയും, ദാ ഈ ഇരിക്കുന്ന വാളല്ലേ നിങ്ങൾ ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത്, ഈ വാള് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ ഗോബ്ലിൻ്റെ ബ്രൈഡ് ആവോ എന്നിങ്ങനെ ഇവള് ചോദിക്കും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നതിന് നമ്മുടെ ഗോബ്ലിന് നല്ല സന്തോഷവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സങ്കടവും ഉണ്ട്. വേഗം തന്നെ അവനാണെങ്കിൽ അകത്തോട്ട് ഓടിപ്പോയിട്ട് നമ്മുടെ ഗ്രിം റീപ്പറിൻ്റെ അടുത്ത് ഭയങ്കര ബഹളം വെച്ച് പറയാനായിട്ട് തുടങ്ങും, എടാ ഞാൻ എൻ്റെ ബ്രൈഡിനെ കണ്ടുപിടിച്ചു, അത് യൂണ്ടക്ക് തന്നെയാണ്, അവൾ എൻ്റെ നെഞ്ചിലെ വാള് കണ്ടുപിടിച്ചു എന്ന്. ഇവനാണെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കുന്ന കേട്ടിട്ട് നമ്മുടെ ഗ്രിം റീപ്പറിനെ നല്ല ദേഷ്യം
കാര്യം വരുന്നുണ്ട്. ഗ്രിം റീപ്പർ ആണെങ്കിൽ ഗോബ്ലിൻ്റെ അടുത്ത് പറയും, എന്താ നിനക്ക് സന്തോഷമായോ? ഇപ്പം എന്തായിരുന്നാലും നിന്നെ കൊല്ലാനുള്ള നിന്റെ കാലനെ നീ കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ പിന്നെ നീ സന്തോഷിക്കത്തേലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അവനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. അവനിപ്പോൾ എന്താണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് കൂടി അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഗ്രിം റീപ്പർ പറയും, എനിക്ക് നിന്റെ മുഖം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഇത്രയും കാലം ജീവിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും മരിക്കാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ല എന്ന്. ഇത്രയും കാലം നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ആരെ പറ്റി ആലോചിച്ചിട്ട് പേടിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴവൻ ആദ്യമായിട്ട് അവൻ്റെ മരണത്തെ പറ്റി ആലോചിച്ചിട്ട് നല്ലതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഗ്രിം റീപ്പർ ആണെങ്കിൽ ഗോബ്ലിനെ നല്ലതുപോലെ എരികേറ്റും. എന്നിട്ട് പറയും, നീയാണെങ്കിലേ ആ യൂണിടെക്കിൻ്റെ അടുത്ത് എന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷിച്ച് സംസാരിക്കും. അപ്പോൾ അവൾക്ക് തിരിച്ച് ദേഷ്യം വന്നിട്ട് അവൾ നിൻ്റെ നെഞ്ചിലുള്ള വാളങ്ങ് വലിച്ചൂരും. അപ്പോൾ പിന്നെ നിനക്ക് പെട്ടെന്ന് തന്നെ മരിച്ചു പോകാമല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിൻ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവനാണെങ്കിൽ അങ്ങനെ നമ്മുടെ യൂണിടെക്കിനെ കാണാൻ വേണ്ടിയിട്ട് ഗ്രിം റീപ്പറിനെയും വിളിച്ചുകൊണ്ട് വരും. അവിടെയാണെങ്കിൽ നമ്മളുടെ ഗോബ്ലിനാണെങ്കിൽ യൂണിടെക്കിൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. യൂണിടെക്കും തിരിച്ച് അതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അവൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ നെഞ്ചിലുള്ള വാള് കണ്ടു, അതിൻ്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ ഗോബ്ലിൻ്റെ ബ്രൈഡാണ് എന്നല്ലേ? ഉടനെ തന്നെ നമ്മുടെ ഗോബ്ലിൻ പറയും, അതെ നീ തന്നെയാണ് എൻ്റെ ബ്രൈഡ്. അപ്പം നമ്മുടെ യൂണിടെക്ക് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഈ രാജ്യം വിട്ട് പോവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, ഞാനല്ലേ നിങ്ങളുടെ ബ്രൈഡ്, അപ്പോൾ പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ അല്ലേ ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞിട്ട് അവൾ സംസാരിക്കും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, ഇനി മുതൽ ഞാൻ എന്തായിരുന്നാലും ഈ വീട്ടിൽ തന്നെ നിൽക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ലല്ലോ, എൻ്റെ ആൻറ്റീനെയും കാണാനില്ല, നിങ്ങളെങ്കിലും എൻ്റെ സപ്പോർട്ടിന് കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഇവിടെ നിന്നോളാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അവളെ പറഞ്ഞ് പേടിപ്പിക്കും. അവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഇവിടെയാണെങ്കിൽ ഗ്രിം റീപ്പറും ഉള്ളതല്ലേ? ഉടനെ തന്നെ നമ്മുടെ യൂണിടെക്ക് പറയും, അതിനിപ്പോൾ എന്തൊക്കെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ ബ്രൈഡാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അപ്പോൾ പിന്നെ എന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവൻ്റെ അടുത്ത് അനുവാദം ചോദിക്കും. അവസാനം നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളുടെ യൂണിടെക്ക് ആണെങ്കിൽ ഈ ഗോബ്ലിൻ്റെ അതേപോലെ തന്നെ ഗ്രിം റീപ്പറിൻ്റെയും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവൾ ഓടി ആ വീടിനകത്തോട്ട് കയറും. അവിടെയാണെങ്കിൽ ഒരു കൊട്ടാരം പോലത്തെ വീടായിരുന്നല്ലോ. അവൾ അവിടെ എല്ലാം ഓടി കളിച്ച് നടക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.